ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പം ഇതാണ് നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, പന്തളം കുളനട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഹോസ്പിറ്റൽ ഉള്ളത്. ഡയബറ്റീസ് റിലേറ്റഡ് എന്ത് ട്രീറ്റ്മെൻറ്റും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇപ്പം മുറിവാണെങ്കിലും നോർമൽ ഡയബറ്റീസ് ആണെങ്കിലും എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് വിശ്വസിച്ചിവിടെ വരാം. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. നമ്മുടെ അസുഖം കംപ്ലീറ്റ് മാറും എന്നുള്ള കാര്യത്തിൽ ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത്. അപ്പോൾ ഇതാണ് ഹോസ്പിറ്റലിലെ എൻട്രൻസ്. നമ്മൾ ഇതിലേക്ക് കയറി നേരെ ചെന്നിട്ട് റൈറ്റിലോട്ട് തിരിയുമ്പോഴാണ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാൻ പറ്റുക. ഇത് പിന്നെ പേഷ്യൻ്റ്, ഡോക്ടേഴ്സ്, വിസിറ്റേഴ്സ് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ആണ് ഈ സൈഡിൽ കാണുന്നത്. കാറൊക്കെ നമ്മുടെ ഡോക്ടർമാരാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാച്ചു കാണാം. ഇത് ഫ്രെഡറിക് ബാൻറ്റിംഗ് ആൻഡ് ചാൾസ് ബെസ്റ്റ്, ഇതവരാണ് ഇൻസുലിൻ കണ്ടുപിടിച്ച ആൾക്കാർ കേട്ടോ. അവരുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ സ്റ്റാച്ചു. നമ്മൾ ആദ്യം കണ്ട വഴി കയറി വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പം ഇവിടെ റൈറ്റ് സൈഡിലാണ് റിസപ്ഷൻ. ആ നേരെ കാണുന്നതാണ് ബ്ലഡൊക്കെ ചെക്ക് ചെയ്യണേ. ഫസ്റ്റ് ടൈം നമ്മൾ അവിടെയാണ്. പിന്നെ അവിടെയാണ് പാർക്കിംഗ്. ഇവിടുന്ന് നേരെ നമ്മൾ കയറി ചെല്ലുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമ്മൾ ചെല്ലുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഫാർമസി ഉള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ഫാർമസി. ലെഫ്റ്റ് സൈഡിൽ റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതാണ് ഫാർമസി ബില്ലിംഗ് കൗണ്ടർ. ഇവിടെയാണ് നമ്മുടെ ബില്ലും ഫാർമസി മരുന്നുകളൊക്കെ മേടിക്കണം. പിന്നെ ആളിറങ്ങി വന്ന ആ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ മെസ്സുള്ളത്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം നമ്മൾക്ക് ആവശ്യമുള്ളത്. പിന്നെ ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ വാർഡും റൂമും എല്ലാം ഉള്ളത്. ഈ ഏരിയയിൽ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് വാർഡും റൂമും ഒക്കെയാണ്. ഇതേപോലെ തന്നെയാണ് സെക്കൻഡ് ഫ്ലോറിലും നമുക്കുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ മെസ്സ്. ഈ കാണുന്നതാണ് മെസ്സ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ടുള്ള വഴി. ഇവിടുന്ന് നമ്മൾ നേരെ കയറുമ്പം ഇങ്ങനെ വളഞ്ഞ് പോകണം. അതായത് ഇങ്ങനെ ചെന്നിട്ട് പിന്നെ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ടുള്ള വഴിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ഇവിടെ വന്ന് അഡ്മിറ്റായിട്ടുണ്ട് അച്ഛൻ്റെ അവിടെ തന്നെ. അപ്പം ഈ സെക്കൻഡ് ഫ്ലോറിൽ തന്നെയാണ് അപ്പോൾ എനിക്ക് കൂടുതൽ മെമ്മറി ഉള്ള ഈ ഹോസ്പിറ്റലിൽ. ഈ ഒരു സ്പേസിൽ ഞാൻ കുറേ നിന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിലൊക്കെ ഫോൺ വിളിക്കുന്നൊക്കെ ഇവിടെ നിന്നായിരുന്നു. ഈ റൈറ്റ് സൈഡിലൊക്കെയുള്ള റൂംസ് എല്ലാം ഡോക്ടർമാരുടെ കേട്ടോ. പിന്നെ ഇവിടുത്തെ നേഴ്സുമാർ, ക്ലീനിങ് സ്റ്റാഫ്, സെക്യൂരിറ്റി ചേട്ടന്മാർ എല്ലാം അടിപൊളിയാട്ടോ. ഞാനിവിടെ വന്ന ടൈമിൽ ഇവിടുത്തെ ഒരു റിവ്യൂ ഒക്കെ നോക്കിയ സമയത്ത് കുറേ പേരുടെ റിവ്യൂ ഒക്കെ ഇങ്ങനെ കുറച്ച് മോശം എന്ന് പറയുന്ന രീതിയിൽ കിടപ്പുണ്ടായിരുന്നു. മീൻസ് സ്റ്റാഫുകളൊന്നും അത്ര ഇൻട്രാക്റ്റീവ് അല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്കങ്ങനെ ഒരു കംപ്ലയിൻറ്റേ ഇല്ല. പക്ഷേ എനിക്കിവിടെ വന്നത് പിന്നെ നമുക്കങ്ങനെ വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നൊരു ഫീലൊന്നും തോന്നിക്കാത്ത വിധത്തിലുള്ളൊരു സംസാരം കാര്യങ്ങളൊക്കെയാണ് ഇവരിൽ നിന്ന് കിട്ടുന്നത്. ഇവരെല്ലാം അടിപൊളിയാണ്. എല്ലാ കാര്യങ്ങളും അവരുടെ ഡ്യൂട്ടിയൊക്കെ അവർ പക്കയായി ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തുണ്ടെങ്കിലും അവരെ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാ ഹെൽപ്പും അവരുടെ എല്ലാവരുടെ അടുത്തു നിന്നും നമുക്ക് കിട്ടാറുണ്ട്. ഡോക്ടേഴ്സാണെങ്കിലും നേഴ്സുമാരാണെങ്കിലും പറഞ്ഞ പോലെ സ്റ്റാഫുകളാണെങ്കിലും. നിങ്ങൾക്ക് വിശ്വസിച്ച് ഇവിടെ വരാൻ കേട്ടോ. അടിപൊളി ഒരു ഹോസ്പിറ്റലാണ്. നിങ്ങൾക്ക് ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോസ്പിറ്റലാണ് പന്തളത്തുള്ള ഈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടോട്ട് വന്നോളൂ കേട്ടോ. ആൻഡ് ഞാൻ ഈ പറഞ്ഞ അത്രയും കംപ്ലീറ്റ്ലി മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. അതല്ലാതെ ഇതൊരു റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല. എല്ലാവരും ഇത് മനസ്സിൽ വയ്ക്കുക. ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിനെ പറ്റി ആർക്കും ഹോസ്പിറ്റലിൽ കയറാനുള്ള ആവശ്യം വരാതിരിക്കട്ടെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്, ബൈ.